ഹായ്, എൻ്റെ പേര് സച്ചിൻ. ഞാൻ ജൂൺ 25 MBA വിത്ത് ACCA ബാച്ചാണ്. ഞാൻ SBR കഴിഞ്ഞ ജൂൺ സെഷനിൽ എഴുതിയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. ഞാൻ ACCA വിത്ത് MBA ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആ 9 പേപ്പർ എക്സംഷൻ ആണ്. നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പിന്നെ ബാച്ചിലേഴ്സ് കഴിഞ്ഞു ACCA എന്ന് പറഞ്ഞ പ്രൊഫഷണൽ പേപ്പർ കിട്ടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ MBA എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു നല്ലൊരു പാക്കേജ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. 9 പേപ്പർ എക്സംഷൻ്റെ മെയിനായിട്ട് ആൾക്കാർ പറയുന്ന കാര്യം ഒരു ബേസിൻ്റെ ഇഷ്യൂ ആണ്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്ന കാര്യം തന്നെയാണ്. കാരണം ഡയറക്റ്റ് പ്രൊഫഷണൽ പേപ്പറിന് എഴുതാൻ പോണേ, സ്കിൽ പേപ്പർ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാണ്. പഠിക്കണം, എന്നാലും എക്സാം എഴുതുന്നില്ല പ്രോപ്പറായിട്ട് നമ്മൾ. അപ്പോൾ ബേസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ കുറേ ഫാക്കൽറ്റീസ് തന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ട്രിപ്പിൾ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ, ഞാൻ ആ ടൈമിൽ നോക്കിയപ്പോൾ ഇവിടെ മാത്രമേ ആ 9 പേപ്പർ എക്സംഷൻ്റെ റൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലായിടത്തും കോൺടാക്ട് ചെയ്തിരുന്നു. അവർ എന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ എക്സംഷൻ റൂട്ടിൻ്റെ കേസ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നേരെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ എൻ്റെ ബ്രദറിനിലോ കുറച്ച് അന്വേഷിച്ചിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ കാര്യം. അപ്പോൾ അവർ പറഞ്ഞു നല്ലതാണെന്നാണ് പറഞ്ഞത്. കുറച്ച് പേര് പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറച്ച് പേര് ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി പോയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നല്ല ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞത് കൊണ്ട് ചൂസ് ചെയ്തതാണ്. ACCA വിത്ത് MBAയുടെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്യുവൽ ക്വാളിഫിക്കേഷൻ ആണ്. നോർമലി നമ്മൾ പ്രൊഫഷണൽ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് ചിലപ്പോൾ ഡിഗ്രി ഉണ്ടാവില്ല, മാസ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ഡ്രോബാക്കാണ്. അത് കരിയറിനെ ബാധിക്കും. കാരണം നിങ്ങൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഡിഗ്രി ചോദിക്കും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചോദിക്കും. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ACCA എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോണ അടുത്ത സ്റ്റോപ്പിംഗ് പോയിന്റ് മാസ്റ്റേഴ്സ് ഇല്ലാത്തതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് മാസ്റ്റേഴ്സും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ടാവില്ലേ കരിയറിൽ. അതൊരു നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി.